റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. സമാധാന കരാർ ലംഘിച്ച് ഗാസയിൽ ആക്രമണം നടത്തി ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ 5 പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങിയെത്തി സ്വന്തം വീടുകൾ തേടി അലയുന്നവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്നാണ് വിവരം. ഗാസ സിറ്റിയിലെ ഷുജയ്യ പ്രദേശത്താണ് ആക്രമണമുണ്ടായത്. എന്നാൽ പുനരധിവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന ഇസ്രായേലി സൈനികരെ സമീപിച്ച പാലസ്തീനികളെയാണ് സൈന്യം വധിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗാസ സിറ്റിയിൽ 5 പേരുൾപ്പെടെ 9 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. ഖാൻ യൂനിസിൽ ഡ്രോൺ ആക്രമണത്തിൽ ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിൽ മരിച്ച 45 പാലസ്തീനികളുടെ മൃതദേഹം സമാധാന കരാറിന്റെ ഭാഗമായി റെഡ് ക്രോസ് മുഖാന്തരം കൈമാറിയിരുന്നു. ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതി പ്രാബല്യത്തിൽ വന്നിട്ടും പ്രദേശത്ത് ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ എന്ന് വ്യക്തമാക്കുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. ഗാസയിൽ സമാധാനം പുലർന്നുവെന്നും യുദ്ധം അവസാനിച്ചുവെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നേക്കുമായി സമാധാനം ട്രംപ് ഉറപ്പു നൽകി മണിക്കൂറുകൾക്കകമാണ് ഇസ്രായേൽ ആക്രമണം നടന്നത്. സമാധാന കരാർ അംഗീകരിച്ചതിന് പിന്നാലെ ഹമാസ് തടവിൽ ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് കൈമാറിയിരുന്നു. ഇസ്രായേൽ തടവിലുണ്ടായിരുന്ന പലസ്തീനികളെയും മോചിപ്പിച്ചിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇന്ത്യ തേടുന്ന വജ്ര വ്യാപാരിയും ഒളിച്ചോടിയ പ്രതിയുമായ മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാൻ ബെൽജിയത്തിലെ കോടതി അനുമതി നൽകി. ഈ വർഷം ബെൽജിയം പോലീസ് നടത്തിയ ചോക്സിയുടെ അറസ്റ്റ് സാധു എന്ന് കോടതി വിധിച്ചു. 13,000 കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട സാമ്പത്തിക കുറ്റവാളിയാണ് മെഹുൽ ചോക്സി. 2011 2018 ഇടയിൽ നടന്ന തട്ടിപ്പ്, ക്രിമിനൽ ഗൂഢാലോചന, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ചുമത്തിയിട്ടുള്ളത്. 2025 ഏപ്രിൽ 11 ഇന്ത്യയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ബെൽജിയം പോലീസ് ചോക്സിയെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇയാൾ ബെൽജിയം ജയിലിൽ തടവിലാണ്. അറസ്റ്റിന് ശേഷം ജാമ്യത്തിലിറങ്ങാനുള്ള മെഹുൽ ചോക്സിയുടെ ശ്രമങ്ങളൊക്കെ കോടതിയിൽ പരാജയപ്പെട്ടു. ചോക്സി വീണ്ടും ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാണ് ബെൽജിയം കോടതി ജാമ്യാപേക്ഷ നിരസിച്ചത്. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, വിശ്വാസവഞ്ചന, തെളിവ് നശിപ്പിക്കൽ, അഴിമതി തുടങ്ങിയ കുറ്റങ്ങളാണ് ചോക്സിക്കെതിരെ ഇന്ത്യ ചുമത്തിയിരിക്കുന്നത്. ഈ കുറ്റങ്ങൾ ബെൽജിയൻ ഹൈ നിയമപ്രകാരം ശിക്ഷാർഹമാണെന്ന് കോടതി വിലയിരുത്തിയിട്ടുണ്ട്. ചോക്സിയെ കൈമാറുന്ന പക്ഷം സുരക്ഷിതമായി ജയിലിൽ പാർപ്പിക്കുമെന്ന് ഇന്ത്യ ബെൽജിയം അധികാരികൾക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട്. യുക്രൈൻ ഊർജ്ജ ശൃംഖലയെ ലക്ഷ്യമിട്ട് റഷ്യയുടെ ഡ്രോൺ ആക്രമണം. 100 ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയത്. സമീപകാലത്ത് നടന്ന ഏറ്റവും ശക്തമായ ആക്രമണങ്ങളൊന്നാണ് ഇതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങൾ തുടർന്ന് 8 മേഖലകളിൽ വൈദ്യുതി ബന്ധം നിലച്ചതായി യുക്രൈൻ ദേശീയ ഊർജ്ജ ഓപ്പറേറ്ററായ ഉക്കർനെഗോ അറിയിച്ചിട്ടുണ്ട്. ശൈത്യകാലം എടുക്കുന്ന സാഹചര്യത്തിൽ ഊർജ്ജ ശൃംഖലയെ ലക്ഷ്യമിട്ടുള്ള റഷ്യ ആക്രമണം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. റഷ്യ 300-ലധികം ഡ്രോണുകളും 37 മിസൈലുകളും തൊടുത്തുവിട്ടതായി പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു. അറ്റകുറ്റപ്പണികളെ തടസ്സപ്പെടുന്നതായി ഒരേ സ്ഥലങ്ങളെ വീണ്ടും വീണ്ടും ആക്രമിക്കാനായി മോസ്കോ ക്ലസ്റ്റർ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ അമേരിക്കൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ദീർഘദൂര മിസൈലുകളും അദ്ദേഹം ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നാട്ടിലെ വിശേഷങ്ങൾ. ഉത്തർപ്രദേശിൽ ഹിന്ദുക്കളെ വ്യാപകമായി ക്രിസ്തുമതത്തിലേക്ക് മതം മാറ്റിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട കേസുകൾ റദ്ദാക്കി സുപ്രീം കോടതി. ക്രിമിനൽ നിയമങ്ങൾ നിഷ്കളങ്കരെ ഉപദ്രവിക്കാനുള്ള ആയുധങ്ങളാക്കരുതെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി വന്നു. ഉത്തർപ്രദേശിൽ 2021 നടപ്പാക്കിയ നിയമവിരുദ്ധ മതപരിവർത്തനം തടയൽ നിയമപ്രകാരമുള്ള കേസുകളാണ് റദ്ദാക്കിയത്. ഹിഗിൻ ബോട്ടം കാർഷിക സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയിലെ വൈസ് ചാൻസലർ രാജേന്ദ്ര ബിഹാരി ലാൽ ഉൾപ്പെടെ ഇത്തരം കേസുകളിൽ നടപടികൾ തുടരുന്നത് നീതിന്യായ വ്യവസ്ഥ അവഹേളിക്കുന്നത് പോലെയാകുമെന്നും കോടതി പറഞ്ഞു. പെസഹ വ്യാഴ ദിനത്തിൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നടന്ന ചടങ്ങിൽ 90 ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തെന്ന് കാട്ടി വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് 2022 ഏപ്രിൽ നൽകിയതാണ് കേസ്. എന്നാൽ സംഭവം നടന്നാരോപിക്കുന്ന 2022 ഏപ്രിൽ 14 മതപരിവർത്തനം ചെയ്യപ്പെട്ടെന്ന് പറയുന്ന ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അവർ നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് വിധേയരായിട്ടുമില്ല എന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. 24-ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതാണെന്ന ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി ടോണി ആബട്ട്. 4-5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നാലും അമേരിക്കൻ പ്രസിഡന്റിന്റെ പക്കൽ നിന്ന് സ്വതന്ത്ര ലോകത്തിന്റെ നേതാവെന്ന പദവി അദ്ദേഹം ഏറ്റെടുക്കുമെന്നും ടോണി ആബട്ട് പ്രവചിച്ചു. NDTV വേൾഡ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ സൂപ്പർ പവർ കേന്ദ്രങ്ങളിലൊന്നായി ഡൽഹി മാറണം. ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയ്ക്ക് ഒരു പ്രതിരോധമായും ഓസ്ട്രേലിയയ്ക്ക് ശക്തവും വിശ്വസനീയമായ പങ്കാളിയുമായും ഇന്ത്യ മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. 2022 ഓസ്ട്രേലിയയുമായും കഴിഞ്ഞ മാസം UK-യുമായും ഇന്ത്യ വ്യാപാര കരാർ ഒപ്പുവച്ചിരുന്നു. ജനാധിപത്യ ലോകം ചൈനയിൽ നകലുന്നു എന്നതിന്റെ സൂചനകളാണ് ഇതുപോലുള്ള വ്യാപാര കരാറുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈന, പാകിസ്ഥാൻ, US തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ചും ആബട്ട് സംവാദത്തിൽ സംസാരിച്ചു. ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾ തടയാനുള്ള താക്കോൽ ഇന്ത്യയുടെ പക്കലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുലാമാസ പൂജകൾക്കായി ശബരിമല മാളികപ്പുറം നടകൾ തുറന്നതിന് പിന്നാലെ മേൽശാന്തിമാർക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പ് നടന്നു. തൃശൂർ ചാലക്കുടി സ്വദേശി ED പ്രസാദിനെ ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുത്തു. കൊല്ലം സ്വദേശി മനു നമ്പൂതിരിയെ മാളികപ്പുറം മേൽശാന്തിയായും തെരഞ്ഞെടുത്തു. 3ാമത്തെ തവണയാണ് മനു നമ്പൂതിരി അപേക്ഷിക്കുന്നത്. ശബരിമല മേൽശാന്തി പദവിക്കായി 14 പേരാണ് അവസാനഘട്ട പട്ടികയിലുണ്ടായിരുന്നത്.
ഫുട്ബോൾ ഇതിഹാസങ്ങളായ ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും അപൂർവ നേട്ടം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടി താരമായി മാറി ലയണൽ മെസ്സി. കഴിഞ്ഞ ദിവസം നടന്ന സൗഹൃദ മത്സരത്തിൽ പോർട്ടോറിക്കയ്ക്കെതിരെ 2 അസിസ്റ്റുകൾ കൂടി നേടിയാണ് ചരിത്ര നേതൃത്വത്തിലേക്ക് മെസ്സി എത്തിയത്. 60 അസിസ്റ്റുകളാണ് 195 മത്സരങ്ങളിൽ നിന്ന് മെസ്സി ഇതുവരെ നൽകിയത്. 115 ഗോളുകൾ നേടി. കരിയറിൽ താരത്തിന് 398 അസിസ്റ്റുകളായി. ബ്രസീൽ സൂപ്പർ താരം നെയ്മറിന്റെ പേരിലുള്ള റെക്കോർഡാണ് മെസ്സി തകർത്തത്. അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ലോകകപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിന്റെ ബഹുമതി കരസ്ഥമാക്കി. 41 ഗോളുകളാണ് റൊണാൾഡോ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഗോട്ടിമാല താരം കാർലോസ് റൂയിസിനെ മറികടന്നാണ് അദ്ദേഹം 1ാം സ്ഥാനത്തെത്തിയത്. 50 യോഗ്യതാ മത്സരങ്ങളിൽ നിന്നാണ് റൊണാൾഡോ ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. ലയണൽ മെസ്സിക്ക് 72 മത്സരങ്ങളിൽ 36 ഗോളുകളാണുള്ളത്. മെസ്സി 3ാം സ്ഥാനത്താണ്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.